നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ 2026 ഒരു എക്സാം മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡിന്റെ വേൾഡിലേക്കുള്ള നിങ്ങളുടെ വലിയ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവട്. 5 സ്റ്റേജ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേജ് 1 നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഫോർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആസ്ട്രോണമി ആൻഡ് ജൂനിയർ സയൻസ്. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് IAPT ആണ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ്. മോഡ് ഓഫ് എക്സാമിനേഷൻ MCQ ടൈപ്പ് ആയിരിക്കും. ഒപ്പം നാഷണൽ വൈഡ് ഓഫ്ലൈൻ സെന്റേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. 200 മുതൽ 300 വരെ കുട്ടികളെയാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. സ്റ്റേജ് 2 INO ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്യുന്നത് ഹോമി ഭാഭ സെന്റർ ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആണ്. എക്സാം സബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. സ്റ്റേജ് 2 നിന്ന് 35 കുട്ടികളെയാണ് സ്റ്റേജ് 3യിലേക്ക് സെലക്ട് ചെയ്യുന്നത്. സ്റ്റേജ് 3 OCSC ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്, HBCSC ഹോമി ഭാഭ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷനിലെ 3 വീക്സ് ക്യാമ്പിലെ തിയററ്റിക്കൽ ലെക്ചേഴ്സ്, കോൺസെപ്ച്വൽ ടെക്സ്റ്റ്, ലാബ് എക്സ്പെരിമെന്റ്സിലൂടെ ഫൈനലി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാൻ 4 മുതൽ 6 വരെ കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. സ്റ്റേജ് 4 PDT പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ്, 1 മുതൽ 2 വീക്ക് വരെ സ്പെഷ്യൽ ട്രെയിനിങ് ഫോർ സെലക്ടഡ് ടീംസ് ഓൺ അഡ്വാൻസ് പ്രോബ്ലം സോൾവിംഗ്, ലബോറട്ടറി ആൻഡ് ടീം ബിൽഡിംഗ്. ലാസ്റ്റ് സ്റ്റേജ് അഥവാ സ്റ്റേജ് 5 ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സ്, International Physics Olympiad, International Chemistry Olympiad, International Olympiad for Astronomy and Astrophysics, International Junior Science Olympiad. 80ഓളം കൺട്രീസ് ആയിട്ടായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. വിജയികളെ കാത്തിരിക്കുന്നത് മെറിറ്റ് സർട്ടിഫിക്കറ്റ്സ്, ക്യാഷ് അവാർഡ്സ്, ഇന്റർനാഷണൽ മെഡൽസ്, ഒപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ISER, CMI പോലുള്ള രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ. ഇനി ആർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം? ക്ലാസ് 10, 11, 12 പഠിക്കുന്ന 2007 ജൂലൈ 1 മുതൽ 2012 ജൂൺ 30 ജനിച്ചവർക്കാണ് NSC ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആസ്ട്രോണമി എഴുതാൻ കഴിയുന്നത്. ക്ലാസ് 8, 9, 10 പഠിക്കുന്ന ജനുവരി 1, 2012 2013 ഡിസംബർ 31 ഇടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർക്കാണ് NSC JS എഴുതാൻ കഴിയുന്നത്. നവംബർ 21, 22 ദിവസങ്ങളിലായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. NSC ആസ്ട്രോണമി നവംബർ 21 സാറ്റർഡേ 2:30 മുതൽ 4:30 വരെയും, NSC ഫിസിക്സ് നവംബർ 22 സൺഡേ 8:30 to 10:30 വരെയായിരിക്കും. NSC കെമിസ്ട്രി നവംബർ 22 സൺഡേ 11:30 to 1:30. അതുപോലെ NSC ബയോളജി നവംബർ 22 സൺഡേ 2:30 to 4:30 വരെയായിരിക്കും. NSC JS അഥവാ ജൂനിയർ സയൻസ് നവംബർ 22 സൺഡേ 2:30 മുതൽ 4:30 വരെ ആയിരിക്കും. നവംബർ 21, 22 ദിവസങ്ങളിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. NSC ആസ്ട്രോണമി നവംബർ 21 സാറ്റർഡേ 2:30 to 4:30 വരെയും, NSC ഫിസിക്സ് നവംബർ 22 സൺഡേ 8:30 to 10:30 വരെയും, NSC കെമിസ്ട്രി നവംബർ 22 സൺഡേ 11:30 to 1:30 വരെയും, NSC ബയോളജി നവംബർ 22 സൺഡേ 2:30 to 4:30 വരെയാണ്. NSC JS ജൂനിയർ സയൻസ് നവംബർ 22 സൺഡേ 2:30 to 4:30 വരെയാണ്. ഇന്ന് NSC 2026 തുടങ്ങുന്ന ഈ യാത്ര നാളെ ഇന്ത്യയിലെ വേൾഡ് സ്റ്റേജിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സയൻസ് ഒളിമ്പ്യാഡ് ചാമ്പ്യൻ ആകാനുള്ള അവസരമായി മാറട്ടെ. എക്സാമിനേഷൻ ഫീ ഓരോ സബ്ജക്റ്റിനും 300 രൂപയാണ്. IAPT സ്റ്റുഡന്റ് പോർട്ടലിലൂടെ ഇന്ന് ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 14 വരെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. രജിസ്റ്റർ ചെയ്യാനായിട്ട് ബ്രൗസറിൽ IAPT.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ നമ്മൾ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് സെൻറ്റർ രജിസ്ട്രേഷൻ ആണ്. അത് ഓഗസ്റ്റ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആണ്. അത് ഓഗസ്റ്റ് 21 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 14 വരെയാണ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ടൈം. തൊട്ട് താഴെ എക്സാമിനേഷൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓരോ എക്സാമും നടക്കുന്നത് ഏത് ദിവസങ്ങളിലാണ്, ഏത് ടൈമിലാണെന്നുള്ള കാര്യവും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണാൻ സാധിക്കും. ആർക്കൊക്കെയാണ് എക്സാം എഴുതാൻ പറ്റുന്നതെന്നുള്ള ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ആ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ റൈറ്റ് ചെയ്ത് വെക്കുക. രജിസ്റ്റർ ചെയ്യാനായിട്ട് സ്റ്റുഡൻറ് ലോഗിൻ്റെ തൊട്ട് താഴെയുള്ള ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റുഡൻറ് എൻറോൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റുഡൻറ് ലോഗിൻ ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ആണ്. സോ നമ്മൾ സ്റ്റുഡൻറ് എൻറോൾ എന്ന് പറയുന്ന പോർഷനിലെ ഫ്രഷ് എൻറോൾമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്തുന്നത് ഈ ഒരു പേജിലാണ്. ഇവിടെ നമുക്ക് ജൂനിയർ സയൻസ് ആണോ സീനിയർ സയൻസ് ആണോ നമ്മൾ എക്സാം എഴുതുന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജൂനിയർ സയൻസ് എക്സാം ആണ് എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യാനുള്ളൊരു പേജ് വരും. ഇനി നിങ്ങൾ സീനിയർ സയൻസ് ആണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആ ഒരു
പോർഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെയും ഇതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് സീനിയർ സയൻസിൻ്റെ ആ ഒരു പ്രോസസ്സ് ചെയ്ത് നോക്കാം. രണ്ടും സെയിം തന്നെയാണ്. നമുക്ക് സീനിയർ സയൻസ് ചെയ്ത് നോക്കാം. ഇതിനുശേഷം നമുക്ക് ജനറേറ്റ് OTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണുള്ളത്. മെയിൽ ID-യിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറിലേക്കും ഇപ്പോൾ OTP വന്നിട്ടുണ്ടായിരിക്കും. സോ ഈ അലേർട്ട് ഓപ്ഷൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പം മൊബൈൽ നമ്പറിലും OTP വന്നിട്ടുണ്ട്, അതുപോലെ ഇമെയിൽ ID-യിലും OTP വന്നിട്ടുണ്ട്. സോ ആ OTP നമ്പറുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. വന്നിട്ടുള്ള OTP നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇമെയിലിൽ വന്നിട്ടുള്ള OTP നമ്പറും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ വെരിഫൈ OTP. ഇനി നിങ്ങൾക്ക് OTP വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ച തെറ്റിപ്പോയി എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെൻഡ് കൊടുക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ എൻറോൾമെൻറ്റ് നമ്മുടെ സക്സസ് ആയിട്ടുണ്ട്. അവിടെ നമ്മുടെ എൻറോൾമെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. സോ നമ്മളിപ്പോൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവാണ്. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ വേണം. അത് നമ്മളെ ഓൾറെഡി അവരൊന്ന് കാണിച്ചായിരുന്നു OTP സക്സസ് ആയപ്പം. ഇനി അത് നോട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിലിൽ ഒരു മെയിലും കൂടി ഇപ്പം വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ കാണാവുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ഓൾറെഡി എൻറോൾ ചെയ്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സൈറ്റിൽ ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ 2 ബോക്സിൽ ഒന്ന് സ്റ്റുഡൻറ് എൻറോളും ഒന്ന് സ്റ്റുഡൻറ് ലോഗിനും കണ്ടിരുന്നു. അതിൽ രണ്ടാമത്തെ ബോക്സിലായിട്ടുള്ള സ്റ്റുഡൻറ് ലോഗിനിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം ഇതുപോലൊരു പേജ് തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ അവിടെ എൻറോൾമെൻറ്റ് നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പം നമ്മൾ സ്റ്റുഡൻറ് എൻറോൾമെൻറ്റ് ഫോമിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്കവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരുന്നതാണ്. അതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ നമ്മളിനി ബാക്കി ഡീറ്റെയിൽസ് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ID സെലക്ട് ചെയ്യണം. ID-യുടെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് 3 IDs ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആധാർ, സ്കൂൾ ID, പാസ്പോർട്ട്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്കൂൾ ID സെലക്ട് ചെയ്ത് കഴിയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ID നമ്പർ ചോദിക്കുന്നതാണ്. അപ്പം ഐഡൻറ്റി കാർഡിലുള്ള ആ കറക്റ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ജെൻഡർ ആണ്. അപ്പം മെയിൽ ആണെന്നുണ്ടെങ്കിൽ മെയിൽ ക്ലിക്ക് ചെയ്യുക, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ക്ലിക്ക് ചെയ്യുക. നാഷണാലിറ്റി അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ സെലക്ട് ചെയ്യുക. അതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതേഴ്സ് ചെയ്യാവുന്നതാണ്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ സെലക്ട് ചെയ്തു. ദെൻ അടുത്തത് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാർഡിയൻ ആയിട്ടുള്ള ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ പേരാണ്. അപ്പോൾ ആ പേരിൻ്റെ ടൈറ്റിലാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഫാദറിൻ്റെ പേര് സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ടൈറ്റിൽ മിസ്റ്റർ ആയിട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഫാദറിൻ്റെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്കൂൾ ഇൻഫോർമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്കൂൾ ടൈപ്പ് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. JNV ആണെങ്കിൽ JNV, കേന്ദ്ര വിദ്യാലയം സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കേന്ദ്ര വിദ്യാലയം, അതർ ആണെന്നുണ്ടെങ്കിൽ അതർ സെലക്ട് ചെയ്യുക. ദെൻ ക്ലാസ് ആണ്, കറസ്പോണ്ടിങ് ക്ലാസ് സെലക്ട് ചെയ്യുക. ദെൻ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. CBSE, ICSE, സ്റ്റേറ്റ്, അതേഴ്സ്, ഓപ്പൺ ബോർഡ്, അങ്ങനെ പല ബോർഡുകൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏത് ബോർഡാണോ ആ ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ മീഡിയം, ഇംഗ്ലീഷ്, ഹിന്ദി, അതർ ആണ്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് സ്കൂൾ പിൻകോഡ് ലൊക്കേഷൻ ആണ്. അത് ഓൾറെഡി അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റേറ്റും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പം സ്കൂൾ നെയിം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ അവിടെ സ്കൂളിൻ്റെ പേര് കാണാവുന്നതാണ്. സ്കൂളിൻ്റെ പേര് ലിസ്റ്റിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കണം. അല്ലാത്തവരാണ്, സ്കൂളിൻ്റെ ലിസ്റ്റ് ഓൾറെഡി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ സ്കൂള് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അവിടെ സ്കൂളിൻ്റെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് സെലക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ സീനിയർ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് അവർക്ക് 4 ഓപ്ഷൻസ് ഉള്ളത്. ജൂനിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എക്സാമേ ഉള്ളൂ. അപ്പം അവർക്ക് ആ ഒരു ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അവിടെ ജൂനിയർ സയൻസ് എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സീനിയർ സയൻസ് ആയതുകൊണ്ടാണ് 4 ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. സീനിയർ സയൻസിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഈ 4 എക്സാമും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
4 എക്സാമും ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴെ എൻറോൾമെന്റ് ഫീസ് എത്രയാണെന്ന് ഓൾറെഡി കാണിക്കും. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സാമേ എഴുതുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഏതാണോ, ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ബയോളജി ആണോ, ആസ്ട്രോണമി ആണോ എന്നുള്ള കാര്യം, ഫിസിക്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് മാത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പം താഴെ എൻറോൾമെന്റ് ഫീസ് 300 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പെർ സബ്ജക്റ്റിനാണ് 300 ഫീസ് ആയിട്ട് വരുന്നത്. നമ്മൾ 2 സബ്ജക്റ്റ് സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 600 ആയിരിക്കും ഫീസ് വരുന്നത്. 3 സബ്ജക്റ്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ 900 ആയിരിക്കും. അപ്പം അങ്ങനെ 4 സബ്ജക്റ്റും സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 1200 ആണ് എക്സാം ഫീസ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതാണോ എഴുതാൻ പോകുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രിഫേർഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് തൊട്ട് താഴെ കാണിക്കുന്നുണ്ട്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി മാറി ഹിന്ദിയിലാണ് നിങ്ങളുടെ വന്ന് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലാതെ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അതർ സെലക്ട് ചെയ്യുക. അവിടെ പല ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ട്, മലയാളവും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മലയാളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ലാംഗ്വേജ് സെലക്റ്റഡ് ആണോ എന്ന് നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്റ്റിൻ്റെ അവിടെ ലാംഗ്വേജ് സെലക്റ്റഡ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത്രയും നേരം ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് നമുക്കൊന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട് അവരൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, പ്രൊസീഡ് ടു പ്രിവ്യൂ. അതിനുശേഷം നമ്മൾ എത്തുന്നത് എൻറോൾമെന്റ് പ്രിവ്യൂ എന്ന് പറയുന്ന പേജിലേക്കാണ്. അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത ഓരോ ഇൻഫോർമേഷനും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ വെരിഫൈ ചെയ്യുക. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, നമ്മുടെ എക്സാം ടൈപ്പ്, ഐ ഡി നമ്പർ, ജെൻഡർ, നാഷണാലിറ്റി, അതുപോലെ നമ്മുടെ ഗാർഡിയൻ്റെ നെയിം, സ്കൂൾ ഇൻഫോർമേഷന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സ്, കറണ്ട് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത സബ്ജക്റ്റുകൾ അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിക്ലറേഷൻ ബോക്സിൻ്റെ അവിടെ ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ടു പേ കൊടുക്കാവുന്നതാണ്. സേവ് ആൻഡ് ഗോ ടു എക്സാം സെൻറ്റർ പ്രിഫറൻസ് സെലക്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ട്, നിങ്ങളിപ്പം ചെക്ക് ചെയ്ത സമയത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എന്ന് തോന്നിയാൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. വീണ്ടും നമുക്ക് ആ തിരിച്ച് പേജിലേക്ക് ചെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ കറക്ഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ഇവിടെ കറക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സേവ് ആൻഡ് ഗോ ടു എക്സാം സെൻറ്റർ പ്രിഫറൻസ് സെലക്ഷനിലേക്ക് പോവുകയാണ്. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു കൺഫർമേഷൻ ചോദിക്കും, കറക്റ്റ് ആണോ എന്ന് വീണ്ടും നമ്മളോട് ചോദിക്കുവാണ്. എസ് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാപ്പിൽ സെലക്ഷൻ ചിലപ്പം ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൊക്കേഷൻ പിൻകോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ലൊക്കേഷൻ പിൻകോഡ് ടൈപ്പ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ മാപ്പ് വീണ്ടും കാണാൻ സാധിക്കും. നമ്മുടെ അടുത്തുള്ള എക്സാം സെൻറ്റർ, അതായത് ഒരു 10 കിലോമീറ്റർ റേഡിയസിനുള്ളിലുള്ള എക്സാം സെൻറ്റർ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് വേണം, കൂടുതൽ എക്സാം സെൻറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ റേഡിയസ് കൂട്ടിക്കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. 15 കിലോമീറ്റർ, 20 കിലോമീറ്റർ, അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 25 കിലോമീറ്റർ കൊടുത്തപ്പോൾ നമുക്ക് 2 എക്സാം സെൻറ്റർ കാണാൻ സാധിച്ചു. അടുത്തത് കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കുവാണെങ്കിൽ 40 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എക്സാം സെൻറ്ററുകൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാം സെൻറ്ററിൻ്റെ അവിടെ സെൻറ്റർ ഏതാണെന്നും പറഞ്ഞിട്ടുണ്ട്, അതും നമ്മളുമായിട്ട് എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്രമാത്രം സീറ്റുകൾ അവൈലബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സെലക്ട് ചെയ്തപ്പം ഡിസ്റ്റൻസ് 6.3 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അവിടെ നമുക്ക് എത്രമാത്രം ഡിസ്റ്റൻസിലാണ് ആ സ്കൂളെന്ന് കാണാൻ പറ്റി. അതുപോലെ ഓരോ സബ്ജക്റ്റിനും സബ്ജക്റ്റ് അവൈലബിലിറ്റി എത്ര സീറ്റ് വീതം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജൂനിയർ സയൻസ് ആണെങ്കിൽ 100, ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ 198, അങ്ങനെ എത്ര സീറ്റ് ഉണ്ടെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ സെൻറ്റർ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, സെലക്ട് ദിസ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ സെലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അവിടെ എസ് സെലക്ട് ദിസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് വരും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റിലേക്ക് വന്നു. നമ്മൾ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് വന്നു. 2 സബ്ജക്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന കാരണം നമ്മുടെ പേയ്മെൻറ്റ് 600 ആണ്. നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സെൻറ്ററും അതിന് തൊട്ട് താഴെ കാണിക്കുന്നതാണ് പ്രിഫേർഡ് എക്സാം സെൻറ്റർ.
സെൻറ്റർ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് സെൻറ്റർ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷനും ഉണ്ട്. പേ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് രണ്ടും ചെയ്യാൻ സാധിക്കത്തില്ല. സെൻറ്ററും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആപ്ലിക്കേഷൻ ഫോമും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയും എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റ് മോഡ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. QR കോഡോ UPI ആണോ, കാർഡ്സ് ആണോ, നെറ്റ് ബാങ്കിങ് ആണോ, വാളറ്റ്സ് ആണോ എന്നുള്ള കാര്യം താഴെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 മോഡ് വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പ്രൊസീഡ് ടു പേ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് എത്തും. അവിടെ ടൈം ഔട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം 5 മിനിറ്റ് ആണ് കിട്ടുന്നത്. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് കാർഡ് പേയ്മെൻറ്റ് ഉണ്ട്, UPI ഉണ്ട്, QR കോഡ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ പ്രിഫറബിൾ അത് ഉപയോഗിച്ച് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു കൺഫർമേഷൻ പേജ് വരുന്നതാണ്. ആ കൺഫർമേഷൻ പേജ് നിങ്ങൾക്ക് അതുപോലെ തന്നെ മെയിൽ ID-യിലും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫിൽ ചെയ്ത ഡീറ്റെയിൽസും നമ്മുടെ എക്സാം സെൻറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. Brilliant Study Center, India's #1 coaching center for NEET and JEE.